മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ് ആദ്യം സ്വയം അറിയുക. മറ്റാളുകളുടെ കുറവും കുറ്റവും കണ്ടുപിടിക്കാൻ മനുഷ്യർക്ക് വലിയ ഉത്സാഹമാണ് എന്ന് തോന്നുന്നില്ലേ? അവിടെ ജാതിയോ മതമോ ജോലിയോ ഒന്നും ഒരു വിലങ്ങുതടിയല്ല. വീട്ടുമുറ്റത്തും അങ്ങാടിയിലും ജോലിസ്ഥലങ്ങളിലും സാധാരണക്കാരായ 4 ആളുകൾ കൂടുന്ന ഇടങ്ങളിലും ഇത്തരം പരദൂഷണം പറയാനും കേൾക്കാനും ആളുകൾ കൂടാറുണ്ട്. അതേസമയം ഇത്തരം പരദൂഷണങ്ങൾ പറയാനും കേൾക്കാനും ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവരുമുണ്ട്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർ ഭൂമിയിലുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളിലേക്ക് വീണു പോകുന്നവരാണ് അധികവും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, അന്യർക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കാത്തവരെയും മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെയും കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച് രസിക്കുന്ന ചിലരും സമൂഹത്തിലുണ്ട്. അസൂയയും കുശുമ്പും നിറഞ്ഞ മനസ്സുള്ളവരുടെ ഇത്തരം പ്രവൃത്തികളിൽ നീറിക്കഴിയുന്നവരുടെ കാര്യം ഓർത്ത് നോക്കൂ. 1000 കുടത്തിൻ്റെ വായ് മൂടിക്കിട്ടിയാലും ഒരു മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടാൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടില്ലേ? ദോഷകൃത്തുക്കൾ സകറിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. മറ്റുള്ളവരെ കുറ്റവിചാരണ ചെയ്തതിന് മുമ്പ് സ്വയം അറിയാൻ ശ്രമിക്കുക. സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ടാകണം മറ്റുള്ളവരുടെ കണ്ണിലെ കറെടുത്ത് കളയാൻ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളെ കുറ്റം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറയാനുള്ള സാഹചര്യം ഓർത്ത് നോക്കൂ. മറ്റുള്ളവരെ വിധിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്ന് ആത്മപരിശോധന നടത്തണം. ഓർക്കുക, മത്തായിയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ശുഭദിനം.